നല്ല നിലത്ത് നട്ടിരുന്നു. ദൈവമേ എനിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോൾ. ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്ക മർത്തമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രേയർ, പരിശുദ്ധ ദേവമാതാവിന്റെ വാങ്ങിക്കൽ, പരിശുദ്ധ നോമ്പ്, ശൂന്യായ നോമ്പിന്റെ 8ാം ദിവസം, അരൂപ പെരുന്നാൾ എല്ലാം കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ സ്തുതിക്കാൻ കിട്ടിയ ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ പ്രാർത്ഥന നയിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥന ഓപ്പണിംഗ് പ്രയർ നടത്തണമേ എന്ന് ബഹുമാനപ്പെട്ട എബിഎസിനോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. ഒരു വെള്ളിയാഴ്ച കൂടി ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ വന്നു ചേരുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ഒരുക്കിയല്ലോ. നിന്റെ സന്നിധിയിൽ അടിയങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെയും കുറവുകളെയും ബലഹീനതകളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് നിന്റെ സന്നിധിയിൽ നിന്ന് കൂടുതൽ കൃപകൾ പ്രാപിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ഇടയാക്കണമേ. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള സകലരെയും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഷ്ടതയിലും കഴിയുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ തരുന്നു. ആശുപത്രികളിലും വീടുകളിലുമായി രോഗത്തിലും ദുഃഖത്തിലും കഴിയുന്ന അനേകരുണ്ട്. അവരെ നീ തൊട്ട് സൗഖ്യമാക്കണമേ. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ഞങ്ങളുടെ യുവാക്കൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നന്മയും തിന്മയും തിരിച്ചറിയുന്ന അനുഭവമായി ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ വഴികളെയും തെരഞ്ഞെടുപ്പിന്റെ അനുഭവങ്ങളെയും ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യുവാക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ നീ കൂടെ ഇരിക്കണമേ. വാങ്ങിപ്പോരെ അബ്രഹാമെ ഫലവസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിൽ ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ ആദിധന്യ നാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പരിശുദ്ധ മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിന്റെ 8ാം ദിവസമാകുന്നുവല്ലോ. നമുക്ക് ഒരുമിച്ച് വരുവാൻ ദൈവം അനുവദിച്ചുവല്ലോ. ഇന്ന് ഷിക്കാഗോ റീജിയൻ ആണ് ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സെന്റ് ഗ്രിഗോറിയോസ് വെൽവുഡ് ഓർത്തഡോക്സ് ചർച്ചാണ് അവിടെ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നവരെ. ഇന്ന് ഡിവോഷണൽ മെസ്സേജ് തരുന്ന ബഹുമാനപ്പെട്ട ജിബിൻ സാബു അച്ഛനെയും പ്രത്യേകമായി പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ആ റീജിയനിലുള്ള ദേവാലയങ്ങളെയും ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും എല്ലാ പ്രവർത്തകരെയും ദൈവസന്നിധി വീണ്ടും സമർപ്പിക്കുന്നു. ബൈബിൾ റീഡ് ചെയ്ത പ്രിയപ്പെട്ട റേച്ച ജോസഫിനെയും സാറ കുഴിക്കൊന്നിലിനെയും പ്രത്യേകമായി സമർപ്പിക്കുകയും ചെയ്യുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട അതുല്യ ദീപക് പാട്ടുപാടി പ്രാർത്ഥന തുടരുന്നു. അതുല്യ ദീപ്. Atulya, please unmute yourself. Okay. കേൾക്കാമോ? കേൾക്കാം. ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാ. മറിയാമിൻ സ്മരണം വരദായകമാകാ. തൽപ്രാർത്ഥന ഞങ്ങൾ
കാത്മാവിനു കോട്ട. പരിശുദ്ധ സ്ലീഹ നിബിസഹദേന്മാരേ, യാചിപ്പിൻ കൃപയേ ഞങ്ങൾക്കായി നിങ്ങൾ. നിൻ ശരണേ മൃതരാം താത സഹോദരരിൽ ചൊരിയണമേ മോദ പനിനീരന്നാഥ. സുസ്മൃതി ജനനിക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വികതർക്കും ചേർപ്പോനേ സ്തോത്രം. ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാം. പ്രിയപ്പെട്ട അതിലേക്ക് കുടുംബത്തെ എല്ലാ അംഗങ്ങൾക്കും മാതാവിന്റെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്ക് ബൈബിൾ റീഡിംഗ് ആവുന്നു. പ്രിയപ്പെട്ട ഏലിയാമ്മ മാത്യു ആണ് വായിക്കുന്നത്. എല്ലാവരും വേദപുസ്തകം തുറന്നു വെച്ച് പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് ശ്രദ്ധിക്കണമേ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം, റെവലേഷൻസ് ചാപ്റ്റർ 12. ഏലിയാമ്മ മാത്യു വായിക്കുന്നു. ഏലിയാമ്മ മാത്യു. അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കണമേ. ബാറയ്ക്കുമോർ സ്വർഗത്തിൽ വലിയൊരടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങളും കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വായു സ്വർഗത്തിലെ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയേണ്ടതിന് സർപ്പം അവളുടെ മുമ്പിൽ നിന്നും അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1250 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോടെ പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലാതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യം വചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല.
ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകന്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദിയെ പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണ നിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ച നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്നിധിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബറയ്ക്കുമോൾ. പ്രിയപ്പെട്ട ഐജാമ്മ മാത്യുവിനെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ കൗമയും അനുതാപ പ്രാർത്ഥനയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവയുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. എന്റെ രാജ്യം വരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണം. പരീക്ഷയെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനിയോഗങ്ങളെ രക്ഷപ്പെടണം. തുടർന്ന് രാജ്യശക്തിയും മൂത്തോന്ന് ഞങ്ങൾക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാണ്. ശുദ്ധമുള്ള കർത്തരമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിൽ തമ്പുരാന്റെ പ്രതീക്ഷയുള്ളണമേ. ആമേൻ. ബർഖുമോർ, എന്റെ കർത്താവെ, നിന്നിൽ ആശ്രയിപ്പാനും നിന്നിൽ അഭയം പ്രാപിപ്പാനും നിന്നെ വിളിപ്പാനും ഞങ്ങളുടെ വേദനകൾക്ക് വൈദ്യവും ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് പരിഹാരവും നിന്നോട് യാചിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവെ, നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും അതിനാൽ ഞാൻ കാത്തുകൊള്ളപ്പെടുവാനും നിന്റെ ദയയിൽ ആശ്രയിപ്പാനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. അനീതികളിൽ നിന്ന് അകന്നും തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞും ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപയരുളണമേ. എന്റെ കർത്താവെ, ലോകത്തിൽ സമാധാനത്തിന്റെ മനുഷ്യർക്കുള്ളതായ നല്ല അവസാനം ഞങ്ങൾക്ക് നൽകണമേ. മുഖപ്രസാദവും സകല മനുഷ്യനും സ്തുതിക്കത്തക്കതുമായ പ്രവൃത്തികളും ഇവിടെ വെച്ച് സമ്പാദിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. ആ ലോകത്തിൽ നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുൻപാകെ പ്രസാദവും എനിക്ക് നൽകണമേ. സന്തോഷങ്ങളുടെ മണവറയിലെ സൗഭാഗ്യങ്ങളുടെ ആനന്ദത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തുമുള്ള സകല പുണ്യവാന്മാരുടെയും ജയം ധരിച്ചോളും വിശുദ്ധന്മാരുടെ നാഥിയുമായ ദൈവമാതാവാകുന്ന പരിശുദ്ധ കന്യമറിയാം അമ്മയുടെയും പ്രാർത്ഥനയാൽ തന്നെ. ആമേൻ. ബഹുമാനപ്പെട്ട എബിയബ്രഹ്മച്ചനെയും ബഹുമാനപ്പെട്ട ജിബിൻ സാബുവിനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട കെ അലക്സാണ്ടർ പാട്ട് പാടും. ദൈവമേ, ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ
വാഴ്ത്തിയിടുമേ. ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിയിടുമേ. എത്രയോ ആവശ്യമെൻ പ്രാണൻ പോകമായിരുന്നു. മിഴികൾ നിറഞ്ഞൊഴുകി പാദങ്ങൾ തളർന്നുപോയി. എങ്കിലും നിന്ദയാലേ ഞാനിന്നും ജീവിക്കുന്നു. എങ്കിലും നിന്ദയാലേ ഞാനിന്നും ജീവിക്കുന്നു. നന്ദിയുണ്ടു ദൈവമേ, നന്മകൾക്കായെന്നുമേ. ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിയിടുമേ. എത്രയോ പ്രാവശ്യം ഞാൻ നിന്നിൽ നിന്നകന്നുപോയി. അറിഞ്ഞും അറിയാതെയും തിന്മകൾ ചെയ്തുപോയി. എങ്കിലും നിൻ സ്നേഹമതാൽ ഞാനിന്നും ജീവിക്കുന്നു. എങ്കിലും നിൻ സ്നേഹമതാൽ ഞാനിന്നും ജീവിക്കുന്നു. നന്ദിയുണ്ടു ദൈവമേ, നന്മകൾക്കായെന്നുമേ. ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിയിടുമേ. എത്രയോ പ്രാവശ്യമെൻ സഹയാത്രികനായി വന്നു. കഷ്ടതയിൽ തുണയായി ധൈര്യവും പകർന്നേകി. കൃഷിയിലെ നിൻ ത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. കൃഷിയിലെ നിൻ ത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. നന്ദിയുണ്ടു ദൈവമേ, നന്മകൾക്കായെന്നുമേ. ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിയിടുമേ. ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിയിടുമേ. സണ്ണി കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നുവല്ലോ. നമ്മുടെ വചനം പറയുന്ന അച്ഛനും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും അത് ജീവിതത്തിൽ പരിപാലിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു നമുക്കറിയാം. ഏറ്റവും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള മക്കൾക്കും അത് അനുഗ്രഹമാകുവാനും ശുദ്ധീകരണത്തിനും അത് ഒരു പ്രൊട്ടക്ഷനുമായി തീരാണെന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ, ബഹുമാനപ്പെട്ട ജീവൻ സാബുച്ചനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ശ്രേഷ്ഠമായ 15 നോമ്പിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതവും ജീവിതത്തിന്റെ അനുഭവങ്ങളും എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധ വേദപുസ്തകവും സഭയും നമ്മളെ ഒരുപോലെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ വാക്കുകൾ അധികമൊന്നും വേദപുസ്തകത്തിൽ കാണാനില്ല. ഒരുപാട് വചനങ്ങളൊന്നും കേൾക്കാനില്ല, പ്രസംഗങ്ങളില്ല, ഒന്നും പറയാനില്ല. അതിൻ്റെ അകത്തുനിന്ന് ഒന്നും എടുത്ത് മാതാവ് നമുക്ക് തരുന്ന ഒരുപാട് ഉപദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എടുക്കാനില്ല. പക്ഷെ ഒരു ജീവിതം
എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു ജീവിതം എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. മഹാത്മാഗാന്ധിയോട് ഒരിക്കൽ ചോദിച്ചു, എന്ത് സന്ദേശമാണ് ലോകത്തിന് നൽകാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ മഹാത്മാഗാന്ധി പറഞ്ഞു, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇത് പരിശുദ്ധ ദേവമാതാവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചുരുങ്ങിയ വാക്കുകളാണ് മാതാവിന്റെ വാക്കുകളായിട്ട് വേദപുസ്തകത്തിലുള്ളത്. അതിൽ എന്നെ ഏറ്റവും അധികം ശ്രദ്ധേയമാക്കിയ ഒരു വാക്യം കാനാവിലെ കല്യാണ വിരുന്നിൽ വെച്ച് പറയുന്നതാണ്. അവൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അത് ചെയ്യുവീൻ. അത്ര മതി. നിങ്ങൾ എങ്ങനെ കർത്താവിനോട് വർത്തിക്കണം, ദൈവത്തോട് എങ്ങനെ നിങ്ങൾ വർത്തിക്കണം എന്നുള്ളതിന്റെ ഒറ്റ സുവിശേഷ പ്രസംഗം അതിന്റെ ഉള്ളിലുണ്ട്. ആയിരക്കണക്കിന് ദിവസം പ്രസംഗിക്കുന്നതിനേക്കാൾ ഈ ഒരൊറ്റ വാക്ക് ഒരു വലിയ സുവിശേഷമായിട്ട് നമുക്ക് കാണാം. അവൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്തൊക്കെയാ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ ചെയ്യണം. അതാ നിങ്ങൾ ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ദൈവമാതാവിന്റെ ജീവിത അനുഭവം ശ്രേഷ്ഠമായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു നോമ്പായി ഈ നോമ്പ് അർത്ഥമുള്ളതായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ജിബിൻ സാബു അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ ഏഷ്യ പസഫിക് ഡയസിസിലെ ആണ് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത്. നമ്മുടെ ബെൽബോൺ സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. ഒപ്പം അച്ഛൻ അവിടെ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് MSW പഠിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ മേഖലകളിൽ അച്ഛൻ വളരെ സ്തുത്യർഹമായ ശ്രേഷ്ഠമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ പ്രിയപ്പെട്ട അച്ഛൻ പത്തനാപുരം സ്വദേശിയാണ്. അച്ഛന്റെ എല്ലാ സേവനങ്ങളെയും സഭ നന്ദിയോടെ ഓർക്കുകയും അച്ഛന്റെ പ്രവർത്തനങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം ഇത് അമേരിക്കയിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് പ്രസംഗിക്കാനൊക്കെ ആളുകളെ കിട്ടുക, പ്രിയപ്പെട്ട അച്ഛന്മാരെയൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ അങ്ങനെയുള്ള ഇടത്താണ് പ്രിയപ്പെട്ട ഷീന ഈ അച്ഛനുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രസംഗിക്കാൻ ഒരു അവസരം അച്ഛനെ നമുക്ക് സമയം നൽകി. അത് മാത്രമല്ല, ഇപ്പോൾ ഓസ്ട്രേലിയയിലെ സമയം രാത്രിയാണ്. രാത്രി 1 മണി കഴിഞ്ഞ സമയമാണ്. അച്ഛൻ എഴുന്നേറ്റിരുന്ന് നമുക്ക് വേണ്ടി ഈ സമയം പ്രയോജനപ്പെടുത്തുന്നത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പാതിരാത്രിയിൽ എഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഈ സമയം പ്രയോജനപ്പെടുത്തുക. അച്ഛനോട് സമയത്തിന്റെ കാര്യം ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, സന്തോഷമാണ്, ആ സമയം പ്രയോജനപ്പെടുത്തുന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ ചെയ്ത ആ ഒരു വലിയ ത്യാഗം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പാതിരാത്രി 1 മണിക്ക് എഴുന്നേറ്റിരുന്ന് സുവിശേഷം പറയുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഉറക്കത്തിന്റെ മധ്യത്തിൽ. എങ്കിലും ദൈവം ഒരുക്കി അച്ഛൻ കാണിച്ച ആ സ്നേഹത്തിന്, ആ കരുതലിന് സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസിസിനുള്ള MMVSനുള്ള നന്ദിയും സ്നേഹവും ആദ്യം തന്നെ അറിയിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനെ പരിചയപ്പെടുന്നതോടൊപ്പം ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. താങ്ക് യു അച്ഛ, താങ്ക് യു. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒന്നിനായിരിക്കുന്ന എബി അച്ഛൻ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അമ്മമാരെ, ഇങ്ങനെയൊരു ദിവസം, പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രാർത്ഥിക്കുവാനായിട്ട് കൂടി വരുമ്പോൾ, ഈ ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചു ചേർത്തതിൽ ദൈവത്തെ ഞാൻ അതിയായി സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ബഹുമാനപ്പെട്ട എബി അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ രാത്രിയുടെ യാമങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പലപ്പോഴും ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ അനുഭവങ്ങളോ പലപ്പോഴും നമുക്ക് അതിനിട വരാതെ വരുമ്പോഴും അച്ഛൻ ഓർപ്പിച്ചു, ഇവിടെ 2 മണിയായി വെളുപ്പിന്. അപ്പോൾ നമുക്കത് കൂടി വരുവാനായിട്ട് ഇടയാകുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും ഒരു കൂട്ടായ്മ ആചരിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം, കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം,
അത് ദൈവത്തിന്റെ ദാനമാകുന്നു എന്ന് തിരിച്ചറിയുവാനായിട്ടിടയാകുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിശുദ്ധയായ അമ്മയുടെ നോമ്പ് ആചരിക്കുമ്പോൾ, പരിശുദ്ധയായ ദൈവമാതാവിന്റെ പെരുന്നാളിൽ നാം ആയിരിക്കുമ്പോൾ, ഫീസ്റ്റ് ഓഫ് സെന്റ് മേരി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് മറ്റ് പരിശുദ്ധന്മാരെ പോലെ തന്നെ, ശുദ്ധിമതികളെ പോലെ തന്നെ, അവരിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്ന ഒരു പെരുന്നാളാണ് പരിശുദ്ധയായ അമ്മയുടെ പെരുന്നാൾ. വർഷത്തിൽ നമുക്കറിയാം പലതവണ അമ്മയുടെ പെരുന്നാൾ, പരിശുദ്ധയായ കന്യകമറിയാമിന്റെ പെരുന്നാൾ ആചരിക്കുന്നുണ്ട് സഭയിൽ. വിത്തുകളോടുള്ള ദൈവമാതാവിന്റെ പെരുന്നാൾ, പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ, പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാൾ തുടങ്ങി, വചനിപ്പ് പെരുന്നാൾ തുടങ്ങി അനേക സന്ദർഭങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കന്യകമറിയാം അമ്മയുടെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം പരിശുദ്ധ അമ്മ ആരാണ്? ഭൂലോകത്തിലേക്ക് കടന്നു വന്ന ക്രിസ്തു എന്ന ദൈവപുത്രന്റെ ഭൂലോകത്തിലെ അമ്മയാണ് പരിശുദ്ധയായ കന്യകമറിയാം അമ്മ. കർത്താവിനാൽ അനുഗ്രഹീതമായ നോമ്പിലൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ വാങ്ങിപ്പിന്റെ വേളകളിൽ എങ്ങനെയാണ് പരിശുദ്ധയായ അമ്മ എന്നോട് സംവദിക്കേണ്ടത്, സംസാരിക്കേണ്ടത്? ഈ നോമ്പിന്റെ അനുഭവങ്ങളിൽ, ഈ ഫാസ്റ്റിംഗ് പ്രയർ പോലും നടത്തുമ്പോൾ, ഇത്രയേറെ ആളുകൾ കൂടി വന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എൻ്റെ കാതുകളിൽ എങ്ങനെയാണ് കേൾക്കേണ്ടുന്നത്? അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗലിസ്റ്റിന് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 30-ാം വാക്യമാണ്. വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു കോളാണ്. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ മേരി, ഫോർ യു ഹാവ് ഫൗണ്ട് ഫേവർ വിത്ത് ഗോഡ് എന്നാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. പരിശുദ്ധയായ അമ്മയുടെ ചിന്തകളെ പറ്റി ഓർക്കുമ്പോൾ വേദപുസ്തകത്തിൽ, ബൈബിളിൽ അനേകം സന്ദർഭങ്ങളൊന്നും വർണ്ണിച്ചിട്ടില്ല എങ്കിലും ദൂതൻ അവളെ കാണുന്നത് കർത്താവിന്റെ ജനന പെരുന്നാൾ, അതിനുശേഷമുള്ള കാനാവിലെ കല്യാണം തുടങ്ങി കർത്താവ് ഗോകുൽത്തായിൽ കുരിശുമരത്തിൽ കിടക്കുമ്പോഴുള്ള യേശുദമ്പുരാൻ അമ്മയോടും യോഹന്നാനോടും പറയുന്ന സന്ദർഭം വരെ വളരെ വിപുലമായ അനേക വാക്കുകൾ പറയുന്നുണ്ട്, വാക്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ അവൾക്ക് കൊടുക്കുന്ന ഒരു കോളിനെ പറ്റിയാണ്, അവൾക്ക് കിട്ടുന്ന ഡിവൈൻ കോളിനെ പറ്റിയാണ് എനിക്ക് ഇന്നേ ദിവസം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാകാം പരിശുദ്ധ അമ്മയെ, കന്യകമറിയാം അമ്മയെ ഇതിലേക്ക് തിരഞ്ഞെടുത്ത് വിളിച്ചു വേർതിരിച്ചത്? നമുക്കറിയാം, നമുക്ക് പലപ്പോഴും ഒരു കോൾ ഉണ്ടാകുന്നത് എങ്ങനെയാ, ഒരു മെസ്സേജ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാ? നമുക്കറിയാം, ഒരു സെന്ററിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു ചാനലിലൂടെ ബ്രേക്ക് ഡൗൺ കൂടാതെ അത് സെന്ററിൽ നിന്ന് റിസീവറിൽ എത്തിച്ചേരുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഫുൾഫിൽമെന്റിൽ എത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ദൈവത്തിന്റെ, പിതാവാം ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കുന്ന ഒരു കോള് ഗബ്രിയേൽ മാലാഖയിലൂടെ കന്യകമറിയാമിന്റെ കാതുകളിലേക്ക് എത്തി അവളെ വിളിക്കുന്നതായ ഒരു അനുഭവമാണ് മേരി, ഫോർ യു ഹാവ് ഫൗണ്ട് ഫേവർ വിത്ത് ഗോഡ്. ദൈവത്തിന്റെ കൃപ നിനക്ക് ലഭിച്ചു. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ പല കോളുകൾ വരാറുണ്ടല്ലേ? പല കോളുകളിലൂടെയാണ് ഞാൻ നിങ്ങൾ പോകുന്നത്. ഫിസിക്കലി പറഞ്ഞാൽ നമ്മളൊക്കെ ഫോൺ കോളുകൾ ചെയ്യുന്നവരാണ്. സ്പിരിച്വലി പറഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ കേൾക്കുന്നതായ ദൈവത്തിന്റെ സ്വരമുണ്ട്. പലപ്പോഴും നമ്മുടെ കാതുകൾ പല അനുഗ്രഹ വചസ്സുകൾക്കും വിട്ടുപോകാറുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്നുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഇന്ന് ഈ പ്രാർത്ഥനയിൽ കൂടി വരുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തോട് സംസാരിക്കാൻ എന്തോ ഉണ്ട്. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവോ, ദൈവം എൻ്റെ കണ്ണുനീര് കാണുന്നുവോ, എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം നിന്റെ സന്നിധിയിൽ എത്തുന്നുവോ എന്ന് ചിന്തിക്കുന്നതായ ആളുകളുണ്ട്.
ദൈവമേ, ഞാൻ ഇത്രയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ ദിവസവും നിന്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടെ എൻ്റെ കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ഒക്കെ ആയിരിക്കുന്നുണ്ട്. എന്നിട്ടും നീ എന്തേ എന്നോട് തിരികെ സംസാരിക്കുന്നില്ല? എൻ്റെ പ്രിയമുള്ള സഹോദരികളെ, ഞാൻ നിങ്ങളോട് അപ്പോൾ ചോദിക്കുന്നത് ഒരു ചോദ്യം തിരിച്ചാണ്. ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് വരുന്നത് പോലെ തന്നെ തിരിച്ച് വീണ്ടും സെൻഡർ എന്നോട് സംസാരിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം? എനിക്കൊരു സന്ദേശം അയക്കുന്ന ആളിലേക്ക് എൻ്റെ പ്രാർത്ഥന എത്തിച്ചേരണമെങ്കിൽ എന്തുണ്ടാകണം? ആ പോകുന്ന ചാനലിൽ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാകണം, അല്ലെ? അപ്പോൾ ചാനലിൽ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാകണമെങ്കിൽ ആ ചാനൽ എപ്പോഴും പ്യൂരിഫൈഡ് ആയിരിക്കണം, അത് ക്ലിയർ ആയിരിക്കണം. ഈ അമ്മ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഈ കന്യകമറിയാമിന്റെ പ്രസൻസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. അവളുടെ ജീവിത വിശുദ്ധി, അവളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, അവൾക്കുണ്ടായ ഒരു കോളിൽ അവളുടെ റെസ്പോൺസ്, അവളുടെ റിയാക്ഷൻ, അവളുടെ ആറ്റിറ്റ്യൂഡ് അവളെ എന്താക്കി മാറ്റുന്നു? വിശുദ്ധ കന്യകമറിയാം എന്നുള്ള ആ പേരിന് അവളെ അർഹയാക്കി തീരുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല കോളുകളും വരുമ്പോൾ നമ്മൾ കേൾക്കുന്നതും നമ്മൾ അറിയുന്നതും എന്താണ്? പലപ്പോഴും നമുക്ക് സാധ്യമാകാതെ പോകുന്നത് ദൈവത്തിന്റെ ഒരു സ്വരം നമുക്ക് വരുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് എ നോർമൽ കോൾ. ഇത് സാധാ ഒരു വിളിയാണ്. നമ്മൾ പറയുന്നുണ്ട്, എങ്ങനെ? ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാമിനെ സൃഷ്ടിച്ചത് എങ്ങനെ? പാഴും ശൂന്യവുമായിരുന്നതിൽ നിന്ന് ആദ്യ മനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ചത്. അവിടെ അവൻ ഒരു കാര്യമേ കൊടുത്തുള്ളൂ, ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. ആദമിന് എന്താ കൊടുത്തത്? ആദ്യ മനുഷ്യന് ദൈവം തന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാ പറയുന്നത്. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഈ മനുഷ്യനിൽ, നമ്മളോടൊപ്പമായിരിക്കുന്ന ഈ സഹോദരിമാരിൽ, സഹോദരങ്ങളിൽ നമുക്ക് ദൈവഭാവം കാണുവാനായിട്ട് സാധ്യമാകുന്നുണ്ടോ? പരിശുദ്ധയായ അമ്മയ്ക്ക് സാധിച്ചത് അതാണ്. ഗബ്രിയേൽ മാലാഖ ഒരു ദൂത് വന്ന് പരിശുദ്ധയായ അമ്മയോട് അറിയിക്കുമ്പോൾ അവൾക്കുണ്ടായ രൂപാന്തരം, മാനസാന്തരം, അവളുടെ ജീവിതത്തിലെ ഒരുക്കം, പക്വത അവളെ എന്താക്കി മാറ്റി? അവളെ ഒരു ട്രാൻസ്ഫോർമേഷന്, ഒരു രൂപാന്തരത്തിന്, കൂടുതൽ ശുദ്ധീകരണത്തിന്, കൂടുതൽ വിശുദ്ധീകരണത്തിന് അവളെ തന്നെ ഇടയാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടുന്നത്? ഇവിടുത്തെ കോൾ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും, ഇറ്റ്സ് നോട്ട് ലൈക്ക് ആൻ ഓർഡിനറി കോൾ. ഇതൊരു സാധാരണപ്പെട്ട വിളിയല്ല, ഇതൊരു കൃപയുടെ വിളിയാണ്. എന്താണ് കൃപയുടെ പ്രത്യേകത? ദൈവ പദ്ധതി അനുസരിച്ച് ദൈവത്തിൽ നിന്ന് ഉള്ള ഒരു തിരഞ്ഞെടുപ്പിന്റെ വിളിയാണ് ഈ കൃപ എന്ന് പറയുന്നത്. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് ലൈക്ക് എ ബ്ലെസ്സിങ്. അതൊരു അനുഗ്രഹമാണ്. അവിടെ സംശയങ്ങൾക്ക് പോലും സ്ഥാനമില്ല. ഗബ്രിയേലിന്റെ വന്ദന സ്വരം കേട്ടപ്പോൾ ആ അമ്മയെ വിശുദ്ധിയുടെ നെറുകയിൽ എത്തിക്കുവാനായിട്ടാണ് സാധിച്ചത്. കർത്താവിനാൽ അനുഗ്രഹീതരെ, നമ്മളും ഇപ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിച്ചത്? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. എന്താ? കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. എത്ര പേർക്ക് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, എനിക്ക് കൃപ ലഭിച്ചിട്ടുണ്ട്? നമ്മളും പരിശുദ്ധയായ അമ്മയെ പോലെ അല്ലെങ്കിൽ അതിലും വലിയ വ്യക്തികളാണെന്ന് സ്വയമേ വിശ്വസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ധരിക്കുന്നവരുമല്ലേ? നമ്മളും അഹങ്കാരത്തോടെ പറയാറുണ്ട്, ഞങ്ങളും ക്രിസ്ത്യാനികളാണ്, പരിശുദ്ധമായ മാമോദീസയാകുന്ന കുദാശയിലൂടെ, മൂറോൻ കുദാശയിലൂടെ ആ അനുഭവത്തിലൂടെ പോയവരാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ ചാരിറ്റി ചെയ്യാറുണ്ട്, ഞാൻ മറ്റ് എല്ലാ തരത്തിലുമുള്ള നല്ല പ്രവർത്തികളും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വചനം നമ്മോട് പഠിപ്പിക്കുന്നത്, അവൾക്ക് നന്മയല്ല ലഭിച്ചത്, പകരം കൃപയാണ് ലഭിച്ചത്. നന്മയുടെ പ്രത്യേകത എന്താ? ഞാൻ ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു എർത്തിലി കൺസെപ്റ്റ് ഉണ്ട്, ഒരു ഭൗമികമായ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ കൃപയുടെ പ്രത്യേകത, കൃപ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന വലിയ അനുഭൂതിയാണ്, വലിയ ആശ്വാസമാണ്. അങ്ങനെയെങ്കിൽ ഈ പെരുന്നാളിനെ നാം ആഘോഷിക്കുമ്പോൾ, ഈ നോമ്പിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കേണ്ടുന്നതും തിരഞ്ഞെടുക്കേണ്ടുന്നതും ഈ കൃപയുടെ അനുഭവത്തിലേക്കല്ലേ സഹോദരിമാരെ?
വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ടു. തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തെ പറ്റി യേശുതമ്പുരാൻ പറഞ്ഞ ഒരു ഉപമയാണ് സാദൃശ്യം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ടു. തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. എന്താണ് അതിന്റെ സാരം? തന്റെ ജീവിതത്തിൽ താൻ നേടിയതായ അനുഭവങ്ങൾ, തന്റെ ജീവിതത്തിൽ താൻ ആർജിച്ചതായ സമ്പത്ത്, അവന്റെ വരുമാനം മുഴുവനും ആ കണ്ട നിധിയേക്കാളും ചെറുതാണ് എന്നുള്ള വിശ്വാസം അവനിൽ ഉടലെടുത്തു. അവന് ഇന്ന് വരെ നേടിയതായ സമ്പാദ്യങ്ങളൊക്കെ താൻ ആർജിച്ചതായ ആ വലിയ ധനത്തെക്കാളും താഴെയാണ് എന്നുള്ള ബോധ്യം അവനുണ്ടായി. അത് വലിയ ഒരു വിശ്വാസമാണ്. ഇന്ന് പരിശുദ്ധയായ അമ്മയ്ക്ക് കിട്ടുന്നതായ അനുഭവം പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ നിധി ലഭ്യമായിട്ടുണ്ടോ? ഈ ക്രിസ്തു എന്ന വലിയ നിധിയെ സ്വായത്തമാക്കിയ പരിശുദ്ധയായ അമ്മയെ പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ നിധി കടന്നു വന്നിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ നിധിയല്ലേ നമ്മുടെ ദൈവം? യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ നിധിയല്ലേ നമ്മുടെ കുടുംബം? യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ നിധിയല്ലേ നമ്മുടെ മക്കൾ? യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ നിധിയല്ലേ നമ്മുടെ ഈ ജീവിതം? കർത്താവിനാൽ അനുഗ്രഹീതരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറവുകളിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം നിറവുകളാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയത്. എത്രമാത്രം ഇല്ലായ്മകളെ പറ്റി പഴിചാരുമ്പോൾ, ഒന്നും ലഭ്യമാകാത്തതിന്റെ അനുഭവങ്ങളെ പറ്റി വിലപിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ദൈവം എത്രമാത്രം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് സൗത്ത് വെസ്റ്റ് അമേരിക്കയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഡിഫറൻറ്റ് സോണുകളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, കേവലം ഇന്ത്യയിൽ ജനിക്കാമായിരുന്ന, ഇന്ത്യയിൽ വളരാമായിരുന്ന എന്നെ ദൈവം എന്തിനാണ് എടുത്തുപയോഗിച്ച് മറ്റൊരു രാജ്യത്താക്കി വെച്ചിരിക്കുന്നത്? മകനെ, മകളെ, എന്നെയും നിന്നെയും പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവ പദ്ധതി മാത്രമേ നിറവേറ്റപ്പെടുകയുള്ളൂ. നീ വിശ്വസിക്കുക. ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോകുന്നതായ അനുഭവങ്ങൾ ദിനം പ്രതി കണ്ണുനീരിൻ്റെതാകാം. പക്ഷേ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും വിളിച്ചവൻ വിശ്വസ്തനാണെന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആയിരിക്കുവാനായിട്ട് സാധ്യമാകുമ്പോൾ, പരിശുദ്ധയായ അമ്മയ്ക്ക് കിട്ടിയതായ ആ ഡിവൈൻ കോൾ, കൃപയുടെ അനുഭവം, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്കും ലഭ്യമാകും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് വിലപിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് വിലപിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടും അതിന് കിട്ടാവുന്ന പൂർണ്ണത കിട്ടുന്നില്ല എന്നോർത്ത് വിലപിക്കുന്നെങ്കിൽ, നിനക്ക് നിന്റെ മക്കളെ തന്നിട്ടില്ലേ? നിനക്ക് നിന്റെ കുടുംബത്തെ തന്നിട്ടില്ലേ? നിനക്ക് പ്രിയപ്പെട്ടവരെ തന്നിട്ടില്ലേ? നിനക്ക് എത്രമാത്രം ഡിസബിലിറ്റി ദൈവം തന്നിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി. നീ നിന്റെ കുറവുകളിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധയായ അമ്മയ്ക്ക് കിട്ടിയതായ ഡിവൈൻ കോളിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവളെ എന്താ വിളിക്കുന്നത്? തെയോട്ടോക്കോസ് എന്നാ വിളിക്കുന്നത്. തെയോട്ടോക്കോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിന്റെ അമ്മ. ആ കർത്താവിന്റെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മൾ ദൈവസന്നിധിയിലേക്ക്, പുത്രന്റെ സന്നിധിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധയായ അമ്മയുടെ പെരുന്നാളിനെ ആഘോഷിക്കുമ്പോൾ ആ ഡിവൈൻ കോളിനാണോ ഞാനും അർഹനാകുന്നതെന്ന് ചിന്തിക്കുവാനായിട്ടിടയാകട്ടെ. ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലൂടെ പോകുമ്പോൾ കുറവുകളിലേക്ക് നോക്കുവാനല്ല, നിറവുകളിലേക്ക് നോക്കുവാനായിട്ടിടയാകട്ടെ. ഇന്നും നാം പരിശുദ്ധയായ അമ്മയെ ഓർക്കുന്നത് എങ്ങനെയാ? അവളുടെ അസ്ഥികളെ ഉടലോടുകൂടെ എടുക്കപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്നത്, അല്ലെ? അതാണ് ഈ പെരുന്നാളിന്റെ പ്രത്യേകത. പരിശുദ്ധയായ അമ്മയുടെ വാങ്ങിപ്പിനെ ഓർക്കുമ്പോൾ പരിശുദ്ധയായ അമ്മയുടെ അസ്ഥികൾ അടക്കം ചെയ്യപ്പെടുകയല്ല, അത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് നാം പഠിക്കുന്നത്. ഈ പെരുന്നാളിന്റെ അനുഭവത്തിൽ അവൾക്ക് കിട്ടിയതായ ഡിവൈൻ കോളിനെ അവൾ റിസീവ് ചെയ്തപ്പോൾ, അവൾ അവളുടെ സെന്ററിലേക്ക് പോകുമ്പോൾ, അവളെ അയച്ച ദൂതന്റെ അടുക്കലേക്ക്, പിതാവാം ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ അവളുടെ ജീവിതം എത്ര മഹത്വീകരിക്കപ്പെട്ടു. പ്രിയ സഹോദരിമാരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒരിക്കലും താഴേക്കല്ല നോക്കേണ്ടുന്നത്, കണ്ണുനീരുകളിലേക്കല്ല, വേദനകളിലേക്കല്ല, നൊമ്പരങ്ങളിലേക്കല്ല നോക്കേണ്ടത്. നമ്മൾ വിശ്വസിക്കുന്നവരല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലേ? നമ്മുടെ ജീവിതം ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലേ? വി ആർ ബ്ലസ്ഡ്, വി ആർ ഓൾവേസ് ബ്ലസ്ഡ്. എന്നിട്ടും നമ്മൾ എന്താണ് നോക്കുന്നത്?
നമ്മുടെ ജീവിതത്തിന്റെ ചില ഇല്ലായ്മകളിലേക്ക്, കുറവുകളിലേക്കാണ് നോക്കുന്നത്. അതാണ് എന്നെയും നിന്നെയും വീണ്ടും വീണ്ടും നാശത്തിലേക്കും ദോഷത്തിലേക്കും കൊണ്ടുപോകുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിൽ ഇനിയും നീ നിന്റെ കുറവുകളിലേക്കാണ് നോക്കുന്നതെങ്കിൽ, നീ നിന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ നല്ല സമ്പത്തിനെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറഞ്ഞ നിധി എന്റെയും നിന്റെയും ജീവിതത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ വചനം നിധിയാണ്. നാം കേൾക്കുന്ന വാക്കുകൾ നിധിയാണ്. ഇത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധ്യമാകുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. ഭക്ഷണം വെടിഞ്ഞത് കൊണ്ടോ, പ്രാർത്ഥന നടത്തിയത് കൊണ്ടോ, മറ്റ് നോമ്പ് ഉപവാസങ്ങൾ ആചരിച്ചത് കൊണ്ടോ നമുക്ക് ഒന്നും പൂർണ്ണമാകുന്നില്ല. ഇവ പൂർണ്ണമാകണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, എൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന നിധി തിരിച്ചറിയുവാനായിട്ട് ഇടയാകണം. എന്തുകൊണ്ടാണ് നാം വാങ്ങിപ്പോയിരിക്കുന്നവരെ ഓർത്ത് ധൂപം അർപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഡിപ്പാർട്ടഡ് പേഴ്സൺസിന് ധൂപം അർപ്പിക്കുന്നത്? പിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കലുണ്ട്. അവരുടെ അസ്ഥികളിൽ മറഞ്ഞിരിക്കുന്ന നിന്റെ തിരുശരീര രക്തങ്ങളെ ഓർത്തുകൊണ്ട് അവർക്ക് ധൂപം അർപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിച്ച് നമ്മുടെ ശരീരങ്ങളിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ അസ്ഥികളിൽ മറഞ്ഞിരിക്കുന്നതായ വലിയ മാണിക്യങ്ങളുണ്ട്, ആ വലിയ അനുഭവങ്ങളുണ്ട്. അതായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുറവുകളിലേക്കല്ല നോക്കേണ്ടുന്നത്, പകരം എൻ്റെ നിറവുകളിലേക്ക്. ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചതാണ്. ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ, ഈ ഫാസ്റ്റിംഗ് പ്രയർ നടത്തുമ്പോൾ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചതാണ് എന്നുള്ളതാണ് ഞാൻ തിരിച്ചറിയേണ്ടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ എന്നോട് സംസാരിച്ചപ്പോഴും പ്രിയപ്പെട്ട ശ്രീമതി ഷീന എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞത്, ഇതൊരു ഡിവൈൻ കോളാണ്. ഇത് ഒരു ദൈവ പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ വിളിയെ എടുക്കുവാനായിട്ട്. ഇതിന് ഞാൻ പുറകോട്ട് നിന്നാൽ ദൈവം എന്നെ വിളിച്ച വിളിക്ക് ഞാൻ യോഗ്യനല്ല. കഷ്ടതകൾ ഉണ്ടാകും, സഹനമുണ്ടാകും, പക്ഷെ നമ്മളെ എപ്പോഴും ഈ വിളി ഉണ്ടാകണം എന്ന് നമുക്ക് നിർബന്ധമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വർക്ക് പ്ലേസിലായിക്കോട്ടെ, വീടുകളിലായിക്കോട്ടെ, കുടുംബത്തിന്റെ അനുഭവങ്ങളിലായിക്കോട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ അവരോടൊപ്പം സങ്കടപ്പെടുവാൻ, അവരോടൊപ്പം സന്തോഷിക്കുവാൻ, അവരോടൊപ്പം പ്രാർത്ഥിച്ച് അവർക്ക് അനുഗ്രഹങ്ങളെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ ഭാഗ്യവതികളാകുന്നു. ഒരു കുടുംബത്തിന്റെ നിഴലായി തീരേണ്ടുന്നത് ആരാണ്? ഒരു കുടുംബത്തിന്റെ പില്ലറായി തീരേണ്ടുന്നത് ആരാണ്? ആ വീട്ടിലെ അമ്മയുടെ പ്രാർത്ഥനയാണ്. അപ്പൻ പ്രാർത്ഥിക്കണ്ട എന്നല്ല, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കണ്ട എന്നല്ല. നാളെയുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ വിലപിക്കുവാനായിട്ട് ഇടയാകരുത്. ഒരമ്മയുടെ വിശ്വാസം, ഒരമ്മയുടെ പ്രാർത്ഥന എന്നുള്ളത് അത് നുറുങ്ങിയ ഹൃദയത്തോടെ ആണെങ്കിൽ അത് അനുഗ്രഹത്തിനായി തീരും. അതിന് ദൈവം നമ്മെ ഇടയാക്കണം. അതിന് ദൈവം നമ്മെ ഇടയാക്കുമ്പോൾ അത് കുടുംബം അനുഗ്രഹിക്കപ്പെടും, ദേശം അനുഗ്രഹിക്കപ്പെടും, സഭയും ഇടവകയും ഒക്കെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് എൻ്റെ ഉള്ളിലാണ് ഈ നിധി മറഞ്ഞിരിക്കുന്നത്, ഈ കൃപയുടെ അംശം നിറഞ്ഞിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട് ഇടയാകണം. വളരെ ചുരുങ്ങിയ ഒരു സമയമാണ് എനിക്ക് ലഭ്യമായത്. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ പരിശുദ്ധയായ അമ്മയ്ക്ക് ലഭിച്ച കൃപയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരു നിധിയായി മറഞ്ഞിരിപ്പുണ്ടോ? അവൾക്ക് ലഭിച്ചതായ ആ ഡിവൈൻ കോൾ എനിക്ക് ലഭ്യമാകുവാനായിട്ട് ഇടയാകുമോ? നമുക്ക് പലപ്പോഴും നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തണം. ഒരു ട്രാൻസ്ഫോർമേഷന് ഞാനും നിങ്ങളും വിധേയപ്പെടണം. ഒരു പ്യൂരിഫിക്കേഷന്, ഒരു ശുദ്ധീകരണത്തിന് ഞാനും നിങ്ങളും ഇടയാകപ്പെടണം. ഓരോ ആഴ്ചകളിലും പരിശുദ്ധമായ ബലിയിൽ സംബന്ധിച്ചുകൊണ്ടോ, വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ അണിചേർന്നുകൊണ്ടോ അല്ല അത് പൂർണ്ണമാകുന്നത്. എനിക്ക് ഈ പ്രാർത്ഥനയിലൂടെ, എനിക്ക് ഇതിലുള്ള എൻ്റെ സംബന്ധത്തിലൂടെ എന്ത് രൂപാന്തരം ഉണ്ടായി, എന്ത് വിശുദ്ധീകരണം ഉണ്ടായി എന്ന് ഒരു സെൽഫ് ക്രിറ്റിസിസം, ഒരു സ്വയപരിശോധനയ്ക്ക് നമ്മെ തന്നെ ഇടയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് രൂപാന്തരം ഉണ്ടാവുകയുള്ളൂ. ഈ നോമ്പ് അതിലേക്ക് വെളിച്ചം വീശുന്നതാകണം. ഈ നോമ്പിന്റെ ദിവസങ്ങൾ അതിലേക്ക് നമ്മെ തന്നെ നയിക്കുന്നതാകണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും ഒക്കെ അതിൻ്റെ ഭംഗിയാവണ്ണം, അതിന് നമുക്ക് ഉചിതമായ നിലയിൽ നമുക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കുറവുകളല്ല, നമ്മുടെ നിറവുകളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഓടട്ടെ. ആ നിറവുകൾ എവിടെ നിന്ന് ഉദിക്കണം? എൻ്റെ ഉള്ളിലുള്ള ദൈവാംശത്തിൽ നിന്ന്, എൻ്റെ ഉള്ളിലുള്ള മറഞ്ഞിരിക്കുന്ന ആ ഡിവൈൻ നേച്ചറിൽ നിന്ന്. മാമോദീസയാകുന്ന കൂദാശയിലൂടെ
ഞാൻ സ്വീകരിച്ചതായ എൻ്റെ തൃത്വത്തിൻ്റെ വലിയ മുദ്രയിൽ നിന്ന് അത് നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധ്യമാകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളേവരെയും അതിനെ സജ്ജീകരിക്കട്ടെ, യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധയായ അമ്മയുടെ ജീവിത വഴികളിൽ അവൾ തളർന്നില്ല. അവൾക്ക് കിട്ടിയ കോള് ഒന്ന് ആലോചിച്ച് നോക്കി. തൻ്റെ ഏകജാതനായ പുത്രൻ കാൽവറിയിലെ കുരിശിൽ നീറുന്ന നൊമ്പരത്തോടെ വേദനയോടുകൂടെ രക്തം വാർന്നൊലിച്ചപ്പോഴും അവൾ തളർന്നു പോകുവാനായിട്ടിടയായില്ല. അതാണ് അവൾക്ക് കിട്ടിയ കോൾ. അതാണ് അവളുടെ ജീവിതത്തിലെ ബ്ലെസ്സിങ്. നീ ഏത് വേദനയിലൂടെ പോകട്ടെ, ഏത് അനുഭവങ്ങളിലൂടെ പോകട്ടെ, ഏത് കണ്ണുനീരായിക്കോട്ടെ, ആരും നിന്നെ തള്ളിക്കളഞ്ഞു എന്ന് വിശ്വസിച്ചോട്ടെ, പക്ഷേ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചവൻ വിശ്വസ്തനാണ്. ആ വലിയ അനുഭവത്തിലൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നല്ല ഒരു നോമ്പ് നോക്കുവാൻ പരിശുദ്ധയായ അമ്മയുടെ മധ്യസ്ഥതയിൽ പുത്രനിലേക്കും അതുവഴി പുത്രനിലൂടെ പിതാവിലേക്കും നയിക്കപ്പെടുവാൻ നമുക്ക് സാധ്യമാകട്ടെ. ദൈവം തമ്പുരാൻ അതിന് നമ്മെ യോഗ്യരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഒന്നിനായിരിക്കുന്ന എബിയച്ചൻ, ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഡയോസിസ് ഓഫ് സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയോസിസിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇതിനുവേണ്ടി എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ഷീന സഹോദരി, ഞാൻ പ്രിയപ്പെട്ട ഷീന ചേച്ചിയുടെ ഇടവക വികാരിയെ ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ ഒരു വലിയ സ്നേഹം പരിചയമാണ് അടൂരിൽ നിന്ന് ഇന്ന് ഓസ്ട്രേലിയയിൽ മെൽബണിൽ ഉപരിപഠനത്തിനും മറ്റ് ഇടവക ശുശ്രൂഷകൾക്കും ഒക്കെ ആയിട്ടും ഇങ്ങനൊരു അവസരം ലഭ്യമായത് എന്നുള്ളത് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഇടയായ ഒരു അനുഭവം അത് ദൈവ നിയോഗമായിട്ട് തിരിച്ചറിയുന്നു. എല്ലാവരെയും കാണുവാനും പരിചയപ്പെടുവാനും ഇടയായതിൽ ഏറെ സന്തോഷം. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഒരു കൂട്ടായ്മയുടെ പ്രാർത്ഥന അത് ദൈവം കേൾക്കാതെ ഇരിക്കില്ല. നമുക്ക് ദൈവത്തോട് ദൈവമുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഇടയാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരോടും അഭിവന്യ പിതാക്കന്മാരോടും വന്യരായിരിക്കുന്ന അച്ഛന്മാരോടും പ്രിയപ്പെട്ട എല്ലാ സഹോദരിമാരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ വിശ്വാസത്തോടുകൂടെ ഈ നോമ്പിനെ ആചരിക്കുവാൻ ഇടയാകട്ടെ. താങ്ക് യു സോ മച്ച്. കുറവുകളും നിറവുകളും രണ്ട് വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം. വിശുദ്ധ കന്യകമറിയാം തന്റെ ജീവിതത്തെ ഏറ്റെടുത്തത് ഒരു വലിയ ദൈവ നിയോഗമായിട്ടാണ്. പക്ഷെ ആ ദൈവ നിയോഗത്തിന് പിന്നിലുണ്ടായിരുന്ന വേദനയും സങ്കടവും എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു മകന്റെ കുരിശുമരണം നേരിട്ട് കാണാനുള്ള ഒരു ത്രാണി ഒരു മാതാവിനുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ മാതാക്കളായ നിങ്ങൾക്കത് എത്രമാത്രം ഊഹിക്കാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു തലവേദന വന്നാൽ, പല്ലുവേദന വന്നാൽ എത്രമാത്രം സങ്കടപ്പെടുന്നവരാണ്. അപ്പോഴാണ് താൻ വളർത്തി വലുതാക്കിയ ഒരു മകൻ കുരിശിലേക്ക് കൊല്ലപ്പെടുവാനായിട്ട് പോകുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ആ വേദന നിറവിലേക്കുള്ള വഴിയാണ്. തന്റെ ജീവിതത്തിന്റെ കുറവുകളിലേക്കല്ല നോക്കിയത്. തന്റെ ഉള്ളിലൂടെ വാൾ കടന്നു പോകും എന്ന് വൃദ്ധനായ ശിമോൻ ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. ഉള്ളിലൂടെ ഒരു വാൾ കടന്നു പോകും എന്ന് പറയും. ആ കടന്നു പോകുന്ന വാൾ ജീവിതത്തിന്റെ അനുഭവങ്ങളെ എല്ലാം ഛേദിച്ചു പോകുമ്പോൾ അത് ഏറ്റവും വലിയ അനുഭവം. അതിനൊറ്റ കാര്യമേ ഉള്ളൂ, അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ജീവിതം എന്തെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ജീവിതത്തിന്റെ കുറവുകളും നിറവുകളും തിരിച്ചറിയാൻ കഴിയണം. ആ വിളി, we should realize the divine call, why we are called to, where we are called to, and how we are called. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഉണ്ടാകണം. എന്തിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, എവിടേക്കാ വിളിച്ചിരിക്കുന്നത്? ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം T.S. Eliot വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: Where is the life that's lost in the living? Where is the wisdom that is lost in the learning? Where is the knowledge that's lost in the knowing? ജീവിതമുണ്ട് നമുക്കെല്ലാം, പക്ഷേ നമുക്കൊക്കെ ജീവനുണ്ട്, ജീവിതമുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളാണ് നമ്മുടെ എല്ലാം. Where is the life that's lost in the living?
ജീവിതം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ടോ? നമ്മളല്ലേ പല ആളുകളോട് ചോദിക്കുമ്പോൾ പറയാം എങ്ങനെയുണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മലയാളിയുടെ പൊതു സ്വഭാവമാണ്, എന്താണ് വിശേഷം ചോദിക്കും, ഓ എന്ന് പറഞ്ഞങ്ങ് പോകുന്നൊരു കാര്യം. പക്ഷേ ജീവിതത്തിന്റെ ഉള്ളിൽ എന്തിനാ ജീവിക്കുന്നത്, എങ്ങനെയാ ജീവിക്കുന്നത്? There is a wisdom that's lost in the learning. പഠനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അതിനുള്ളിൽ ശരിയായ അറിവെന്തി, ജ്ഞാനം എവിടെ? മൂന്നാമത് ചോദിക്കുന്നത് there is a knowledge that's lost in the knowing. അറിവിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയ ചില അറിവുകളും ഉണ്ട്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളത് എന്ത്, എവിടെ എന്ന് തിരിച്ചറിയാൻ കഴിയുക. മാതാവ് തിരിച്ചറിഞ്ഞത് അതാണെന്നാണ് അച്ഛൻ ഓർമ്മിപ്പിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛൻ്റെ വാക്കുകൾക്ക് നമുക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. അച്ഛൻ്റെ സന്നദ്ധത ഈ സമയത്ത് വന്ന് നമ്മളോട് ദൈവവചനം അറിയിക്കാൻ അദ്ദേഹം കാണിച്ച ആ സ്നേഹത്തിന്, കരുതലിന് ദൈവം തമ്പുരാൻ 30, 60, 100 മേനിയായി ഫലം നൽകട്ടെ. പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും അതിന്റെ തുടർന്നുള്ള വൈദിക ശുശ്രൂഷയിലും പഠനത്തിലും ജീവിതാനുഭവങ്ങളിലും കുടുംബത്തിനും എല്ലാം ദൈവം തമ്പുരാൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ സമയമാണല്ലോ. ബഹുമാനപ്പെട്ട ജിബിൻ സാബ് അച്ഛൻ്റെ മെസ്സേജിനും അച്ഛൻ്റെ പ്രവർത്തനങ്ങൾക്കും കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹനത്തെ കൃപകളാക്കാമെന്ന് നാം എത്ര കൊണ്ട് പറയുന്നെങ്കിലും പ്രവർത്തനത്തിൽ വരുവാൻ വലിയ വിഷമമാണ്. ദൈവത്തിന്റെ കൃപകൾ ഇരട്ടിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കൃപകളാകുവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും എത്ര ശ്രമിച്ചാലും സാധിക്കാത്ത ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും നമ്മളോട് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനുഗ്രഹങ്ങളെ പറ്റി നമ്മൾ പറയില്ല. എപ്പോഴും നമ്മുടെ വിഷമങ്ങളെ പറ്റി മാത്രമേ പറയുള്ളൂ. അതങ്ങനെ പറയാതിരിക്കാൻ വെരി ഗുഡ്, പ്രിറ്റി ഗുഡ് എന്ന് പറയാനുള്ള ആ ഒരു അവസരം നമുക്കില്ല. ദൈവത്തിന്റെ കൃപ നമുക്ക് തരണമേ. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി പറയുവാനും നിത്യദേശത്തിന്റെ കനം ഓർക്കുമ്പോൾ നൊടി നേരത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് വെക്കാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ കൃപയെ ആർജിക്കാം. പ്രാർത്ഥനയുടെ സമയമാകുന്നല്ലോ. വീണ്ടും എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അപരിശുദ്ധ ഭാവ തിരുമേനിയെ സമർപ്പിക്കുന്നു. സഭയുടെ എല്ലാ നേതാക്കളെയും ഒരുമിച്ച് കുരിശിന്റെ ചുവട്ടിൽ ഐക്യത്തോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ വരും ഇടയാകണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അഭിവന്യമാരി വാനിസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. എല്ലാ തിരുമേനിമാരെയും സമർപ്പിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. അച്ഛന്മാരെ, അച്ഛന്മാരെ, എല്ലാ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചാക്കപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. ഓരോ ഇടവകയുടെയും ചുമതല വഹിക്കുന്ന അഭിഷിക്തരെ സമർപ്പിക്കുന്നു. സിസ്റ്റർമാര്, ഇതേപോലെ തന്നെ ആൾട്ടർ ബോയ്സ്, പുതിയതായിട്ട് തന്നെ പട്ടമേൽക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവര്, പ്രത്യേകിച്ച് ഡിഗൻ വർഗീസ് മാത്യു, റബി കൊച്ചമ്മ, ഇവനെ സർവിലേക്ക് പ്രവേശിക്കുന്നത് ഒരേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാ ആത്മീയ സംഘടനകളുടെ നേതാക്കളെ, മർദ്ദമയ സമാജം പ്രവർത്തകരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ സിക്കായിരിക്കുന്ന എല്ലാ അഭിഷിക്തരെ, പൈങ്കുരച്ചനെ പ്രത്യേകമായി സമർപ്പിക്കുന്ന ജേക്കി ബേബി അച്ഛൻ, BC വർഗീസ് അച്ഛൻ, എല്ലാ അഭിഷിക്തരെയും, ആശ സാബു, ഷാനു തോമസ്, ആശ, അരുൺ, നീന, ധാരാളം പേരുകളുണ്ട്. സൗഖ്യം ലഭിച്ചവരും ഇനി സൗഖ്യം ലഭിക്കാണ്ടിരിക്കുന്നവരും ഉള്ള അവസ്ഥയിൽ മുൻപോട്ട് കർത്താവിന്റെ കൃപയോടുകൂടി പോകേണ്ട എല്ലാവരുടെയും മനസ്സിലുള്ള സിക്കായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദേവസ്വനെ സമർപ്പിക്കുന്നു. സുജ അർപ്പിച്ചിരിക്കുന്ന സ്പെഷ്യൽ റിക്വസ്റ്റുകൾ എലിസബത്ത് സൂസൻ ഇവർക്ക് വേണ്ടി പ്രത്യേകമായി സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. ബർത്ത്ഡേ ആയിരിക്കുന്ന സൂസി ചാണ്ടി, അതുപോലെ എല്ലാ ബർത്ത്ഡേ ആയിരിക്കുന്ന സ്തോത്രത്തോടെ വയ്ക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുന്നവർ എല്ലാവരെയും സമർപ്പിക്കുന്നു. സാറാമ്മ ജോർജ്, മേരി കുര്യൻ, റേച്ചൽ, റാഹലും കുട്ടി ജോർജ്, പ്രായമായിരിക്കുന്ന ഈ മാമ്മമാരെ പ്രത്യേകമായി, അതുപോലെ വാർദ്ധക്യത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദിവസം സമർപ്പിക്കുന്നു. വ്യക്തികളുടെ സമാധാനം, കുടുംബത്തിന്റെ സമാധാനം, സഭയുടെ സമാധാനം, ലോക സമാധാനം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രത്യേകമായി അപേക്ഷിച്ചിരിക്കുന്ന ഗിരിജ, ജോസഫ്, അലക്സ്, പ്രത്യേകം ധാരാളം പേരുകളുണ്ട്. എല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടി ദേവസാന്നിധ്യത്തിൽ യാചിക്കുന്നു. മീഹ വിക്ടോറിയ, ജസ്ലി എൽജു, അവരുടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരെ പ്രത്യേകമായി
പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി നാം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുഞ്ഞുങ്ങള് പരീക്ഷ എഴുതിയിട്ട് അതേപോലെ തന്നെ എൻട്രൻസ് എക്സാം, ഭാവിക്ക് വേണ്ടിയുള്ള പല എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവര്, ഭാവി എന്താണെന്ന് അറിയാത്തവര്, പല വിധത്തിൽ ഡിപ്രഷൻ കൊണ്ട് സൂയിസൈഡ് ടെൻഡൻസി ഉള്ള പല വിധത്തിലുള്ള വിഷമത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ട് ദൈവസന്നിധി സമർപ്പിക്കുന്നു. ലഹരി, ഇന്റർനെറ്റിന്റെ ഒക്കെ അടിമത്തത്തിലായി പോയ എല്ലാ കുഞ്ഞുങ്ങളും, അതേപോലെ തന്നെ ദൈവാലയത്തിൽ പ്രവേശിക്കാൻ താല്പര്യമില്ല, കൂദാശ സ്വീകരിക്കാൻ താല്പര്യമില്ല, അതാണ് പ്രധാനമെന്ന് അറിയാൻ വയ്യ ഉള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കണ്ണീരോടെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. നമ്മുടെ മക്കൾ, കുഞ്ഞുമക്കൾ ലോകമെമ്പാടുമുള്ള എന്താണെന്ന് അറിയാൻ വയ്യ ദൈവരാജ്യവും മുൻപേ ദൈവരാജ്യവും നീതി അന്വേഷിക്കേണ്ട ആവശ്യത്തെ പറ്റി അറിയാൻ വയ്യാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ കണ്ണീരോടെ നിരന്തരമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ജോയൽ, ലിഡിയ, സ്നേഹ, കൃപ, ഹന, ജെനിഫർ, അഞ്ജലി, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. ലോറൻസ്, കാരോളിൻ. തീർച്ചയായിട്ടും മണിക്ക് അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന നമ്മളും ശുദ്ധീകരിക്കപ്പെടുന്നതോടൊപ്പം ആ കുഞ്ഞുങ്ങളും തീർച്ചയായിട്ടും അവർക്ക് ഇതിനൊരു ഫലമുണ്ടെന്ന് അറിയുന്നു. ജയിൽവാസം അനുഭവിക്കുന്ന മക്കളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായി പീഡിപ്പിക്കപ്പെടുന്നവര്, ജയിലിലുള്ള സിസ്റ്റേഴ്സ്, നിമിഷപ്രിയ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കുന്നവര്, ആ സൈനികര്, അതുപോലെ തന്നെ ആ യുദ്ധത്തിന് ഒരു അറുതി ഉണ്ടാകുവാൻ വേണ്ടി രാഷ്ട്രത്തിന്റെ ചുമതല വഹിക്കുന്നവരെയും ദൈവാത്മാവ് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പീഡ അനുഭവിക്കുന്നവര്, നാച്ചുറൽ കലാമിറ്റീസിൽ വിഷമിക്കുന്നവര് എല്ലാവരെയും സമർപ്പിക്കുന്നു. വോളണ്ടറി സംഘടനകളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് 2 ആശ്രയെ പറ്റി പറയുന്നുണ്ട്. അവര് അനാഥർക്കും വിധവമാർക്കും എല്ലാം അഭയം കൊടുക്കുന്നവരാകുന്നു. സാമ്പത്തിക സഹായം ആവശ്യമുണ്ട്. ഈ നോമ്പിന്റെ സമയത്ത് അനേകർ സാമ്പത്തിക സഹായം ആവശ്യമുള്ളവരുണ്ട്. നമുക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നതോടൊപ്പം ധനവാന്മാരെയും ഔദാര്യശീലരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ചർച്ചസിന്റെ റീകൺസ്ട്രക്ഷൻ ഉണ്ട്. റീകൺസ്ട്രക്ഷൻ കഴിഞ്ഞ ചർച്ചസിന് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് കാൽഗറി, എഡ്മണ്ടൺ, ഹൂസ്റ്റൺ, ഡിട്രോയിറ്റ് ധാരാളം ചർച്ചസ് ഉണ്ട്. എല്ലാം ആരാധന നടത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടവരുത്തണമേ എന്ന് കുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന അനേകരുണ്ട്. കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ട് അതൊക്കെ വിഷമിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ട് ദൈവനാമം മഹത്വത്തിനായി വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അൽവി കൊച്ചുമേ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ജിൻസി, അബിഗെയിൽ, അലീഷ, അൻസിലി, അഞ്ജലി, അഞ്ജു, പിങ്കി, റാണി, റീമ, തങ്കം ഇവരെല്ലാം കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരാണ്. ധാരാളം പേരുണ്ട്. ഷീമ, താര, മിനു, ടിന, ഷിജ, ബിനോയ്, നിക്കോൾ, മറിയ, ചോജി, ലീന, ടാഷ ഇവരെ ജീവിത പങ്കാളികളെ ആഗ്രഹിക്കുന്നവരാണ്. വിവാഹം വേണ്ട എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുണ്ട്. മാതാപിതാക്കൾ അവരെ പറ്റി സങ്കടപ്പെടുന്നുണ്ട്. ദൈവസന്നിധിയിൽ എല്ലാവരെയും വയ്ക്കുന്നു. അതേപോലെ തന്നെ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ എല്ലാവരെയും മക്കളെ സമർപ്പിക്കുന്നു. അലക്സിയോസ് ദേവദോസ് തിരുമേനിയുടെ ഓർമ്മയാവുന്നു. അഞ്ചലച്ചൻ, ഇവരുടെ എല്ലാ ആത്മാക്കളെ സമർപ്പിക്കുന്നു. മാത്യു, സക്കറിയ, ബിജു, മത്തായി, രൂപേൻ, ഓമനച്ചാണ്ടി, വരുൺ ഐസക്, രമണി, റോസമ്മാമ, എബിയമ്മയുടെ പ്രാർത്ഥന അതിലെ അംഗങ്ങളായിട്ടുള്ള അവരുടെ സഹോദരിയാണ് രമണി. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഹോദരിയാവുന്നു. ദേവസ്ഥനിലേക്ക് കടന്നുപോയി. പ്രസാദ്, അഞ്ജന പ്രസാദ് ഇവര് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. വീട്ടിലെ AC-യുടെ ലീക്കോ എന്തോ മറ്റോ ആണ്. ഇവരുടെ എല്ലാ ആത്മാക്കളെയും പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. വിട്ടുപോയ പല അനേകം കാര്യങ്ങളുണ്ട്. അനാഥർമാർ, ആരും ഒരുമില്ലാത്തവര്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മറിയാമസ്കറിയ എന്ന് പ്രാർത്ഥിക്കുന്ന ആ സഹോദരിയും കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മറിയാമസ്കറിയ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മറിയാമ്മ, മറിയാമസ്കറിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കണേ.
മറിയാമസ്കറിയ ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്താലും കുഴപ്പമില്ല. അൺമ്യൂട്ട് ചെയ്യാനുള്ള വിഷമാണെന്ന് തോന്നുന്നു. *6 അടിച്ച് ചെയ്യുമായിരുന്നു. നേരത്തെ ഒന്നും കേറിയത്. ഹലോ മറിയാമ്മ, ആർക്കെങ്കിലും പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചു. മറിയാമ്മ വന്നെന്ന് തോന്നുന്നു. ഹലോ ഹലോ മറിയാമ്മ, അൺമ്യൂട്ട് ചെയ്തോ? *6 അടിച്ച്. വേറെ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാമോ? ഞാൻ പ്രാർത്ഥിക്കാം എലിസബത്തെ. പ്രാർത്ഥിച്ചോട്ടെ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വെള്ളിയാഴ്ച ദിവസം ഒരിക്കൽ കൂടി അങ്ങിങ്ങായി ഞങ്ങൾക്ക് നിന്റെ തിരുസന്നിയിലേക്ക് കടന്നു വരുവാനും നിന്റെ വചനം ശ്രവിക്കുവാനും സാധിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ 15 നോയമ്പിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ വചനങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ മാതാവിൽ കൂടി നീ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകനെ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അവർക്ക് വീഞ്ഞില്ലെന്ന് ധൈര്യപൂർവ്വം തൻ്റെ മകൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് താൻ പറഞ്ഞാൽ അനുസരിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി അമ്മ തൻ്റെ മകനോട് പറഞ്ഞപ്പോൾ ആ മകൻ തൻ്റെ അടയാളങ്ങളുടെ ആരംഭമായ ചെയ്ത വെള്ളം വീഞ്ഞാക്കിയ എൻ്റെ ദൈവമേ, ഞങ്ങൾ നിന്റെ തിരുസന്നിധിയിലേക്ക് വരുന്നു. നീ ദൈവികനാണ്, ദൈവിക പുത്രനാണ്. എൻ്റെ മാതാവേ, നിന്റെ പുത്രൻ ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വിഷമങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ ഓർത്തു നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, ദൈവമേ, ആ കഷ്ടതകളിൽ കൂടി നിന്നിലേക്ക് കടന്നു വന്ന് നിങ്ങളിലേക്ക് നോക്കി പ്രകാശിതരാകുവാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, പലവിധമായ വിഷമങ്ങളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു ഞങ്ങളൊക്കെയും. എങ്കിലും പിതാവേ, നീ അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. നിന്നെ കൊണ്ടല്ലാതെ ഒന്നിനും പോം വഴിയല്ല. എല്ലാം നിന്റെ പദ്ധതിയാണെന്ന് അടിയുറച്ച വിശ്വാസത്തിൽ മുൻപോട്ട് പോകാൻ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ പതറിപ്പോകരുത്. പിതാവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നീ മധ്യസ്ഥത അപേക്ഷിക്കണമേ. നീ മധ്യസ്ഥത അപേക്ഷിച്ചാൽ നിന്റെ മകൻ അത് തള്ളിക്കളയില്ലെന്ന് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. പിതാവേ, ഈ സമയം ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ തൃപ്പാദങ്ങൾ തന്നിരിക്കുന്നു. ദാനമായി തന്ന മക്കൾ, കൊച്ചുമക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരെയും തരുന്നു. കർത്താവെ, അച്ഛൻ പറഞ്ഞ പോലെ പരസ്പര സ്നേഹത്തിൽ സന്തോഷത്തിൽ ശിഷ്ടായുസ് കഴിക്കുവാൻ തക്കമാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സുകളെ നീ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തെ നിന്റെ തൃപ്പാദത്തിൽ തരുന്നു. കർത്താവെ, യുദ്ധഭൂമിയുമായി കഴിയുന്ന എത്രയോ പേരുണ്ട്. യുദ്ധത്തിൽ പട്ടുപോയവരുടെ ഫാമിലികളെ ഓർത്ത് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട് കഷ്ടത അനുഭവിച്ച മരണപ്പെട്ട എത്രയോ പേരുണ്ട് ദൈവമേ. അവരുടെയൊക്കെ കുടുംബങ്ങളെ നിന്റെ തൃപ്പാദങ്ങൾ തരുന്നു. അവരെയൊക്കെ ഓർത്ത് ദുഃഖിക്കുന്ന ഓരോരുത്തരുണ്ടല്ലോ എൻ്റെ ദൈവമേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ രോഗികളെ ഓരോരുത്തരെയായി നിന്റെ തൃപ്പാദത്തിൽ തരുന്നു. രോഗികൾക്ക് വൈദ്യനും രോഗം നീക്കി മരുന്നും നീ മാത്രമാകുന്നുവല്ലോ ദൈവമേ. നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നുള്ള ആ സങ്കീർത്തനക്കാരന്റെ വാക്യം വിഷമങ്ങളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും നിങ്ങളിലേക്ക് നോക്കി പ്രകാശിതരാകുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സമാധാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബാബാ തിരുമേനിക്ക് വേണ്ടിയും എല്ലാ തിരുമേനിമാർ, അച്ഛന്മാർ, സെമിനാരിയൻസ്, ഡീക്കൻസ് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ സഭാ വിശ്വാസികളെയും നിന്റെ തൃപ്പാദത്തിൽ തരുന്നു. കർത്താവെ, ഈ ലോകത്തോട് നീ കരുണ തോന്നി സമാധാനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാതൃരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, നീതിബോധമുള്ള ഭരണാധികാരികളെ രാഷ്ട്രങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, മരണദുഃഖത്തിലിരിക്കുന്ന അനേകരുണ്ടല്ലോ ദൈവമേ, അവരെയൊക്കെ നീ ആശ്വസിപ്പിക്കണമേ. പുത്രദുഃഖത്തിലിരിക്കുന്നവരെ നിന്റെ തൃപ്പാദത്തിൽ തരുന്നു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ നിന്റെ തൃപ്പാദത്തിൽ തരുന്നു. വിധവമാരെ തരുന്നു. ഭാര്യമാര് നഷ്ടപ്പെട്ടു പോയവരെ തരുന്നു. വേർപാടിന്റെ വേദന കർത്താവെ അതിഭയങ്കരമാണെന്നറിയാമേ. അവരെയൊക്കെ നീ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, അവരോട് നീ കരുണ ചെയ്യണമേ. ദാനമായി തന്ന കുഞ്ഞുങ്ങളൊക്കെ നിന്നെ അറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് ഈ തലമുറ ഇവിടെ വളരുന്ന ഞങ്ങളുടെ കൊച്ചുമക്കൾ ദൈവമേ, നിന്നെ അറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം നീ അവരെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അവർ തെറ്റിലേക്ക് വീഴുമ്പോൾ മകനെ മകളെ എന്നുള്ള നിന്റെ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു വരുവാൻ നീ സഹായിക്കണമേ. അവരായിരിക്കുന്ന സ്ഥാനത്ത് നിന്റെ ജയമുള്ള സ്ലീബായാൽ നീ അവരെ കാത്തുകൊള്ളണേ ദൈവമേ. കർത്താവേ, ഈ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ വഷളത്വങ്ങളും അനാവശ്യങ്ങളും കൂടുമ്പോൾ കർത്താവേ, നിന്നെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു തലമുറയെ നീ വേർതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നിന്റെ തൃപ്പാദങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ജോലി വേണ്ടിയ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ വിവാഹിതരാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, വിവാഹിതരായിട്ട് വിഷമത്തിലും പ്രയാസത്തിലും കഴിയുന്ന കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, വിവാഹിതരായവർക്ക് സന്തോഷകരമായ കുടുംബജീവിതത്തെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന പലരുണ്ടല്ലോ ദൈവമേ, നിന്റെ മക്കളെയൊക്കെ നിന്റെ തൃപ്പാദത്തിൽ തരുന്നു. സാറായുടെ ഗർഭത്തെ തുറന്ന പിതാവേ, അമ്മയുടെ മധ്യസ്ഥത വഴി അവർക്കൊക്കെ ഈ ഓരോ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. താവേ, ഞങ്ങളുടെ തെറ്റുകൾ ഓർക്കരുതേ, കുറവുകൾ നീ കണക്കിടരുതേ. യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമെന്ന് കനാന്യ സ്ത്രീ അപേക്ഷിച്ച പോലെ ഞങ്ങളും അപേക്ഷിക്കുക. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. നിങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാവിയായ സ്ത്രീയോട് കരുണ തോന്നിയ പ്രകാരം ഞങ്ങളോട് നീ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും. യാചിപ്പീൻ, നിങ്ങൾക്ക് ഇടുന്നാലി ചെയ്ത നാഥ, നിന്റെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളും എല്ലാം അപേക്ഷിക്കുമ്പോൾ നീ ഞങ്ങളുടെ യാചനകളെ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പാപമോചനത്തെ തരണേ, മാനസാന്തരത്തിന്റെ അനുഭവത്തെ തരണേ, പരിശുദ്ധാത്മ നിറവിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അതിൽ അല്പമായോ അധികമായോ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൾ ചെയ്യുന്ന ഈ ജോലി കർത്താവേ, രാത്രിയുടെ നിശബ്ദതയിൽ ഉണർന്നിരുന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊക്കെ അത് അനുഗ്രഹമായി തീരണമേ. വചനം പറഞ്ഞ മകനെ നിന്റെ തൃപ്പാദത്തിൽ തരുന്നു. കർത്താവേ, രാത്രിയുടെ നിശബ്ദതയിൽ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി വചനം പറഞ്ഞതിനായി സ്തോത്രം. എബിയച്ഛനെയും ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെയും നിന്റെ തൃപ്പാദത്തിൽ തരുന്നു. ഞങ്ങൾ വീണ്ടും ഞങ്ങളെ ഒരിക്കൽ കൂടി തരുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും തരുന്നു. കർത്താവെ, എല്ലാറ്റിനും ഉപരിയായി ഞങ്ങൾക്ക് പരിശുദ്ധാത്മ നിറവിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ ആവശ്യപ്പെട്ടവരും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരുമായ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവാ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഏറ്റവും താഴ്മയോടെ യാചിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ. അച്ഛൻ ആശീർവാദം പറയാം. ബാറഖമോർ, പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റുഹായുടെ സംബന്ധവും ആവാസവും നാം ഏവരോടുകൂടി നമ്മുടെ എല്ലാ പ്രാർത്ഥനകളോടും അപേക്ഷകളോടും യാചനകളോടും കൂടി രോഗത്താലും ഭാരത്താലും പ്രയാസത്താലും മനോവേദനയിലും ദുഃഖത്തിലും പീഡയിലും പ്രകൃതിക്ഷോഭങ്ങളിലും കഴിയുന്നവരുടെ മേലും തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കണമെന്ന് ഞങ്ങളോട് പറയുകയും നിർദ്ദേശിക്കുകയും ചെയ്ത വ്യക്തികളുടെ മേലും വിഷയങ്ങളുടെ മേലും തമ്പുരാനെ, നിന്റെ സന്നദ്ധയിൽ കണ്ണുനീരോടുകൂടെ വന്നിരിക്കുന്നതായ ഈ സഹോദരിമാരുടെ മേലും അവരുടെ ഭവനങ്ങളുടെ മേലും കുടുംബങ്ങളുടെ മേലും നിന്റെ ആചാര്യശ്രേഷ്ഠന്റെ മേലും നിന്റെ മെത്രാസനത്തിന്റെ മേലും എല്ലാ വൈദികഗണത്തിന്റെ മേലും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളുടെ മേലും ആവശ്യങ്ങളുടെ മേലും കാഴ്ചകളുടെ മേലും നേർച്ചകളുടെ മേലും തുടർന്നുള്ള ഞങ്ങളുടെ എല്ലാ പ്രയാണങ്ങളുടെ മേലും അനുഗ്രഹീതമായ നോമ്പനുഷ്ഠാനങ്ങളുടെ മേലും എല്ലാ പെരുന്നാൾ ആഘോഷങ്ങളുടെ മേലും ഞാൻ ദൂരെയും ചാരയുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും എല്ലാ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹത്തിന്റെ മേലും വിശ്വാസികളെ വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ജയമോൾ ചെറിയ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഇന്നത്തെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ വളരെ ഭംഗിയായി നടത്തുവാൻ അനുഗ്രഹിച്ച ദൈവത്തോട് ആദ്യമായി നന്ദി പറയുന്നു. നമ്മുടെ ഇടയശ്രേഷ്ഠനായ മാറിയുവാനിയ സിരിമേനോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ MMVS വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന എബി എബ്രഹാം അച്ഛനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിന് നേതൃത്വം നൽകുന്ന എലിസബത്ത് തരകൻ ആന്റിയോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമ്മെ നല്ല ഒരു മെസ്സേജ് തന്ന യേശുവിനോയോ നോയമ്പിൽ അനുഗ്രഹിച്ച ഫാദർ ജിബിൻ സാബു അച്ഛനോടുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഇന്നത്തെ പ്രയറിൽ ബൈബിൾ വായിച്ച റേച്ചൽ ജോസഫ്, സാറ പുഴിക്കുന്നേൽ, എലിയാമ്മ മാത്യു എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പാട്ടുകൾ പാടി നമ്മെ അനുഗ്രഹിച്ച അതുല്യ ദീപക്, കെ അലക്സാണ്ടർ എന്നിവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. പ്രയർ ചെയ്യുവാനായി ഒരുങ്ങിയ മറിയാമ്മ ആൻറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നമുക്ക് പ്രയർ ചെയ്ത് നമ്മളെ അനുഗ്രഹിച്ച ആൻറ്റിയോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. ഇന്നത്തെ പ്രയറിൽ ജോയിൻ ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും എല്ലാ കൊച്ചമ്മമാരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. എല്ലാ MMVS മെമ്പേഴ്സിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. MMVS റീജിയണൽ സെക്രട്ടറീസ്, എല്ലാ യൂണിറ്റ് സെക്രട്ടറിമാരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഓക്കെ, താങ്ക് യു ജയമോൾ.